മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഇരകളായ 6 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. ഈ സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം വയനാട് മുട്ടിലിൽ നടന്നു. മന്ത്രി വി.എൻ. വാസവനാണ് 6 കുടുംബങ്ങൾക്കും താക്കോൽ കൈമാറിയത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഏന്തുന്ന, ഗ്രീസും ഓയിലും പറ്റിയ അധ്വാനത്തിന്റെ കരുത്തുറ്റ കൈകൾ, ആ കൈകൾ ഒത്തുചേർന്നപ്പോൾ യാഥാർത്ഥ്യമായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ 6 കുടുംബങ്ങൾക്കുള്ള തണലാണ്. തീർത്തും മാതൃകാപരമായ പ്രവർത്തനം. 35 സെന്റ് ഭൂമിയിൽ 6 വീടുകൾ, 5 സെന്റ് വീതം സ്ഥലത്താണ് 850 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വീടുകൾ നിർമ്മിച്ചു നൽകിയത്. പൊതുകിണറുണ്ട്, വഴിയുണ്ട്, വൈദ്യുതീകരണമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 മുറികളും അടുക്കളയും സ്വീകരണ മുറിയും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ 1 നില കൂടി കെട്ടാനുള്ള രീതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മന്ത്രി വി.എൻ. വാസവൻ വീടുകൾ സന്ദർശിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർ നമ്മുടെ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ ശ്രീ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ, ശ്രീ ടി. സിദ്ദീഖ് എം.എൽ.എ, സംഘടനയുടെ സംസ്ഥാന ട്രസ്റ്റ് ശ്രീ സുധീർ മേനോൻ ഉൾപ്പെടെ ഉള്ള സംഘടനാ ഭാരവാഹികൾ, ജില്ലാ സാരഥികൾ, മറ്റ് യൂണിറ്റ് സാരഥികൾ, ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നമ്മുടെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ജൂലൈ മാസം 30 നമ്മളോടൊപ്പം കിടന്നുറങ്ങിയ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു നല്ല വിഭാഗം വയനാട് ജില്ലയിലുണ്ടായ ദുരന്തത്തിൽ നമ്മളോടൊപ്പം ഇല്ലാതെ പോയ ഒരു സാഹചര്യം, ഈ ദാരുണമായ സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചിന്തയിൽ നിന്ന് നമ്മൾ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ആ പദ്ധതി വളരെ വേഗം നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സഹായത്തോടുകൂടി നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വേദിയിലുള്ള മറ്റ് ബഹുമാന്യരായ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംഘടിപ്പിച്ചത് എന്ന് എടുത്തു പറയട്ടെ. ആ നിലയിൽ ഈ ദൗത്യത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഇതിന്റെ ഭാരവാഹികളെല്ലാം പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ ഭാഗമാക്കായ എല്ലാ അർത്ഥത്തിലും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ പ്രത്യേകമായി വേറെ അഭിനന്ദിച്ചുകൊണ്ട് നാളുകളിലും നിങ്ങളുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി അനുസ്യൂതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമാനത്തോടുകൂടി ഈ 6 കുടുംബങ്ങൾക്കുള്ള താക്കോൽദാനവും ഒപ്പം ഈ സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ദുരന്തബാധിതരായ ആളുകൾക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടിയതായ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമാണ് അത് നിങ്ങളടക്കം ചെയ്തതായ ഈ വലിയ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിൽ തട്ടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദുരന്തത്തെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന കരുത്ത് നൽകാൻ ദുരന്തബാധിതരായ ആളുകൾക്ക് മുഴുവൻ ആത്മവിശ്വാസം പകരാൻ പ്രചോദനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാൽവെപ്പാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ ഈ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാം, നിങ്ങൾക്ക് വിട്ടു നിൽക്കാം. ഒരാളും നിങ്ങളെ ചോദ്യം ചെയ്യില്ല, ഒരാളും നിങ്ങളോട് എന്തുകൊണ്ട് മാറി നിന്നു എന്ന് നിങ്ങളോട് ചോദിക്കില്ല.
പക്ഷെ നിങ്ങൾ തീരുമാനിച്ചത് കൂടെയുള്ളതായ 6 കുടുംബങ്ങൾ അതിന്റെ പ്രയാസങ്ങളും വേവലാതികളും മുഴുവൻ അനുഭവിക്കുന്നു. ഒരു സംഘടന എന്ന രീതിയിൽ അതിൽ സാമൂഹ്യ സുരക്ഷിതത്വം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അർപ്പണബോധത്തോടുകൂടി നിർവഹിക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഞങ്ങൾ ആ ദൗത്യവും ഉത്തരവാദിത്വവും നിർവഹിക്കും എന്നുള്ള ഏറ്റവും വലിയ പ്രതിജ്ഞയാണ്. നിർദ്ദിഷ്ട സമയത്തിനകം സാർത്ഥകമാക്കാൻ, പ്രാവർത്തികമാക്കാൻ ഈ സംഘടന നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധത ഈ പുനരുജ്ജീവന പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയായി മാറി എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവസന്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഭാഗമായിട്ടുള്ള ചെറിയതായിരിക്കുന്ന പണം മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഈ 6 മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ നിങ്ങൾ ഒരുക്കിയത്. ഈ 6 ഭവനങ്ങൾ ഒരുക്കിയതിലൂടെ ഈ 6 കുടുംബങ്ങൾക്കും മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനേക്കാൾ വേഗതയിൽ അതൊരുക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിലൂടെ ഈ ദുരന്തബാധിത സമൂഹത്തിൽ ആദ്യം പുനരധിവസിപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന കുടുംബം ഞങ്ങളുടെ കൂടെയുള്ളവരാണ് എന്ന് തെളിയിക്കാൻ, മറ്റുള്ള എല്ലാവരേക്കാളും വേഗതയിൽ തെളിയിക്കാൻ, എല്ലാ സംവിധാനവും സൗകര്യവും ഉള്ളതായിരിക്കുന്ന എല്ലാ സംവിധാനത്തെക്കാളും മുമ്പേ എത്താൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളത് ചെറിയ തരത്തിലുള്ളതായ അഭിമാനകരമായ കാര്യമല്ല. നിങ്ങൾ നടത്തിയത് വലിയ ഒരു അധ്വാനവും പ്രവർത്തനവുമാണ്.